ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? പിന്നെ എന്താ അന്ന് എൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ എൻ്റെ തൊടിയിൽ 1-2 വഴുതിരിങ്ങ ചെടിയുണ്ട്. ഓരോ അത്യാവശ്യമുള്ള ചെടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ. അപ്പോൾ 2 വഴുതിരിങ്ങ തൈ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് കൂടുതൽ കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 2-3 പറിച്ചിട്ട് കുറച്ചെണ്ണം പറിച്ചിട്ട് 2 എടുത്ത് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഉപ്പേരി വയ്ക്കുക എന്താ ഉള്ളത് എന്ന് ആലോചിച്ചപ്പോഴാണ് വഴുതിരിങ്ങൻ്റെ ഓർമ്മ വന്നത്. അപ്പം ഞാൻ പറിക്കുമ്പോൾ ചേച്ചി ഉണ്ട്, ചേച്ചി എനിക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആ ചേച്ചിക്ക് മാറ്റിയിട്ട് പറഞ്ഞാൽ ആ ചേച്ചിക്ക് മാറ്റി വെച്ചിട്ട് ഞങ്ങളൊരു ബാക്കിയുള്ളത് എടുത്തിട്ട് ഉപ്പേരി വയ്ക്കാമെന്ന്. അപ്പോൾ ഉപ്പേരി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഉപ്പേരി തന്നെ വഴുതിരിങ്ങ ഉപ്പേരി ഉരുളക്കിഴങ്ങ് ഇട്ട് ഉപ്പേരി വയ്ക്കുമ്പോൾ അതൊരു വലിയ ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നില്ല. നമുക്ക് മക്കൾക്കും എപ്പോഴും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കും പറ്റില്ല, നമ്മൾക്കും അത് പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്നതിന് മെഴുക്ക് പുരട്ടി എന്ന് പറയും. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടാ, നന്നായിരിക്കും. അപ്പോൾ അത് മോളത് അരിയുണ്ട്. അതൊന്ന് അരിഞ്ഞിട്ട് അവളോട് തന്നെ വയ്ക്കാൻ പറഞ്ഞപ്പോൾ ഉമ്മ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ സവോള അരിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് കൂടെ തന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കടുക് ഇട്ട് കൊടുത്ത് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴൻ്റെ ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു പൊട്ട് മല്ലിപ്പൊടി. ഇത് ആരും മല്ലിപ്പൊടി ഉപ്പേരിയിലൊന്നും ഇടാറില്ല. അപ്പോൾ ഞാൻ ഇത് മല്ലിപ്പൊടി കുറച്ചിട്ട് കൊടുക്കുക. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഗരം മസാല ഒരു പൊട്ടിട്ട് കൊടുക്കുക. ഗരം മസാല ഇട്ട് കൊടുത്ത് ഉപ്പും പാകത്തിന് ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും ഇട്ട് അതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി ആ സവോള ഇതൊക്കെ ഒന്ന് നന്നായി വഴറ്റി വന്ന ശേഷം നമ്മൾ വഴുതിരിങ്ങ ഇട്ട് കൊടുക്കുക. വഴുതിരിങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ വഴുതിരിങ്ങ അതിൽ നിറയെ ഉള്ള പോലെ തോന്നും. പക്ഷെ അത് ഒരാവി വന്നാൽ വഴുതിരിങ്ങ അങ്ങനെ ചുങ്ങിയിട്ട് ഇങ്ങനെ ഒരു കുറച്ചാവും, ഒരു പാകത്തിനുള്ളതാവും. അപ്പോൾ ഞാനത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം, ബെല്ലൈക്കൺ അമർത്തണം, ലൈക്ക് ചെയ്ത് കാണണം. പിന്നെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ ഞാനിപ്പോൾ അടുത്തടുത്തായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ വേറെന്താ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ നിങ്ങൾ എൻ്റെ കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ ഞാൻ എന്താ വഴുതിരിങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നൊന്ന് നന്നായിട്ട് വാടി വരുന്നപ്പോൾ കണ്ട നിറഞ്ഞുള്ള പോലെ ഉണ്ട്. പക്ഷെ ഇത് വെന്ത് കഴിയുമ്പോൾ അത് കമ്മിയായിട്ട് വരും. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ഇതാ ഒന്ന് നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇടുന്നത് എന്താണെന്ന് പറയുമോ, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. മഞ്ഞൾപ്പൊടി ഞാൻ ഇപ്പോൾ ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സ്പൂണ് നെയ്യ് കൂടി ഇട്ടിട്ടുണ്ട്. ആ നെയ്യ് ഇടുമ്പോഴാണ് ഇതിന് മെഴുക്ക് പുരട്ടിയെന്ന പേരും വരുന്നത്. നല്ലൊരു മണവും വരുന്നുണ്ട്. ഒരു ചിക്കൻ ഒക്കെ ഉണ്ടാക്കിയ പോലെയാണ് ഇതിൻ്റെ മണം. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അതിന് നല്ല ടേസ്റ്റാണ്, നല്ല മണം വരുന്നുണ്ട്. ഇത് അതിൻ്റെ എണ്ണയൊക്കെ കണ്ട തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വെള്ളമൊന്നുമില്ല, അതിൽ വെള്ളം വറ്റിയിട്ട് നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നല്ലൊരു ടേസ്റ്റാണ്. മസാലയൊക്കെ ഇട്ടതുകൊണ്ടേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ബായ്.